ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹീതരായ ദൈവമക്കളെ, ഒരിക്കൽ കൂടെ നമ്മൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ തിരുവചന ധ്യാനത്തിന് വേണ്ടി കർത്താവ് നമുക്ക് അവസരം തരികയാണല്ലോ. സന്തോഷത്തോടെ ദൈവശബ്ദം കേൾക്കുക എന്ന മനോഭാവത്തോടെ കർത്താവിന് പറയാനുള്ളത് ശ്രദ്ധിക്കുക എന്നുള്ള ഉത്സാഹഭരിതമായ മനസ്സോടെ ദൈവവചന കേൾവിക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന 1000 ദൈവമക്കൾ ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ളതുകൊണ്ട് വീണ്ടും വീണ്ടും ദൈവവചനം ധ്യാനിക്കുവാനും അതിൽ നിന്ന് ദൈവത്തിൻ്റെ വാക്കുകൾ അടർത്തിയെടുക്കാനും ദൈവമക്കളോട് ആ കാര്യം മനസ്സ് തുറന്ന് പങ്കുവയ്ക്കാനും എനിക്ക് തരുന്ന ദൈവിക അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഒപ്പം ആത്മരക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന എൻ്റെ ദൈവത്തിന് ഒത്തിരി നന്ദിയും സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും കരയറ്റുന്നു. സന്തോഷത്തോടെ ദൈവവചനം ധ്യാനിച്ച് ഇന്ന് സർവശക്തൻ നമുക്ക് തരുന്ന ഗുണപാഠം മുറുകെ പിടിക്കാൻ എല്ലാവർക്കും ഇടയാകട്ടെ. അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ 119 സങ്കീർത്തനത്തിൻ്റെ 95 വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 119 സങ്കീർത്തനം 95 വാക്യം. ദുഷ്ടന്മാർ എന്നെ നശിപ്പിപ്പാൻ പതിയിരിക്കുന്നു, ഞാനോ നിൻ്റെ സാക്ഷ്യങ്ങളെ ചിന്തിച്ചുകൊള്ളും. ദുഷ്ടന്മാർ എന്നെ നശിപ്പിക്കുവാൻ പതിയിരിക്കുകയാണ്, ഞാനോ അങ്ങയുടെ സാക്ഷ്യങ്ങളെ ചിന്തിച്ചുകൊള്ളും. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇതിനു മുമ്പും എൻ്റെ സ്ഥിരം കേൾവിക്കാരോട്. 119 സങ്കീർത്തനം ദാവീദ് രാജാവിൻ്റെ രചനയാണെന്നാണ് കൂടുതലും ആളുകളുടെ ചിന്തയും വിശ്വാസവും. 119 സങ്കീർത്തനം ദൈവവചനത്തെയും ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങളെയും ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഉയർത്തിക്കൊണ്ട് പ്രതിപാദിക്കുന്ന ഒരു ചിന്താ മണ്ഡലം കൂടിയാണെന്നുള്ള കാര്യം ഇത് വായിക്കുന്നവർക്ക് നന്നായി ഗ്രഹിക്കാൻ കഴിയും. ഒരു ഭക്തൻ്റെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു അനുഭവങ്ങൾ, ആ അനുഭവങ്ങളോട് അദ്ദേഹത്തിൻ്റെ ആത്മീയത കൊണ്ടുള്ള പ്രതികരണം, ഇതൊക്കെയാണ് 119 സങ്കീർത്തനത്തിനകത്ത് കൂടുതലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഏകദേശം 72ഓളം പ്രാർത്ഥനകൾ ഈ സങ്കീർത്തനം രചിച്ചയാൾ ദൈവത്തോട് കൊച്ചു കൊച്ചു പ്രാർത്ഥനകളായി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനകളെല്ലാം ആത്മീക ജീവിതത്തിന് അത്യുത്സാഹം നൽകുന്നതും അതിഗംഭീരവും അനുഗ്രഹപ്രദവുമാണ്. ദൈവസന്നിധിയിൽ ഈ സങ്കീർത്തനത്തിൻ്റെ പ്രാർത്ഥനകളെല്ലാം കുറിച്ചെടുത്ത് ധ്യാനിക്കുകയും അത് നന്നായി ഗ്രഹിക്കുകയും ചെയ്യുന്നത് ഒരർത്ഥത്തിൽ വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഉപകാരം തന്നെയായിരിക്കും. നിങ്ങൾ ആരെങ്കിലും 119 സങ്കീർത്തനം ഒരിരിപ്പിലിരുന്ന് വായിച്ച് അതിനകത്ത് ദൈവത്തോട് അഭയാചന കഴിക്കുന്ന പ്രാർത്ഥനകൾ ഏതൊക്കെയാണെന്ന് ചിന്തിച്ച് പഠിച്ച് കഴിവുള്ളവർ അതിനെ ഓരോ വാക്കിൽ വിശദീകരിച്ചാൽ ചിലപ്പോൾ ഒരു കൈപ്പുസ്തകം പോലെ മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ കഴിയുന്ന ദൈവിക ചിന്തകൾ കിട്ടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതൊന്നും പറഞ്ഞ് ഞാൻ നാഴിക നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 95 വാക്യം. ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് 2 ഭാഗമാണുള്ളത്. ഒന്നാമത്തത് ഈ സങ്കീർത്തനം എഴുതിയയാളുടെ അനുഭവം, രണ്ടാമത്തത് ആ അനുഭവത്തോട് അല്ലെങ്കിൽ ആ പ്രശ്നത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം. എപ്പോഴും നമ്മുടെ വിജയം നമ്മുടെ പ്രതികരണത്തിനകത്താണ് ഇരിക്കുന്നത്. ഒരു വിഷയം നമ്മൾ നേരിടുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെ കാണുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു. പലപ്പോഴും ആളുകൾ ആത്മീയത നിലനിർത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്, ഒരു വിഷയം നമ്മൾ നേരിടുമ്പോൾ ആ വിഷയത്തെ നമ്മുടെ സ്ഥാനത്ത് യേശു ആയിരുന്നെങ്കിൽ എങ്ങനെയാണ് യേശു കൈകാര്യം ചെയ്യുക. യേശു ദൈവമാണ്. ആ ദൈവത്വം മാത്രം മഹത്വമായി കണ്ടുകൊണ്ടല്ല, മനുഷ്യത്വത്തിൽ ഒരാൾ നമ്മളോട് മോശമായിട്ട് ഇടപെടുമ്പോൾ, ഒരാൾ നമ്മളോട് വേണ്ടാത്ത രീതിയിൽ നമ്മളെ ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ കർത്താവ് എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചതെന്ന് കർത്താവിൻ്റെ ഐഹിക ജീവിതത്തോടുള്ള ബന്ധത്തിൽ സുവിശേഷത്തിൽ ഒരുപാട് ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഉദാഹരണത്തിന്, യഹൂദന്മാർ ഒരിക്കൽ യേശുവിനെ തള്ളിയിടാൻ, ഒരു മലയുടെ അറ്റം വരെ കൊണ്ടുപോയി തള്ളിയിടാൻ, പിശാച് തള്ളിയിടാൻ നോക്കിയതല്ല, അല്ലാതെ അവനെ ഉപദ്രവിക്കാനും ഇല്ലാതാക്കാനും നോക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്
കർത്താവ് അവരുടെ ഇടയിലൂടെ ഒഴിഞ്ഞുപോയി എന്നാണ്. അതിനോട് എന്നാ വട കാണിച്ചു തരാടാ, എന്നെ തള്ളിയിട്ടാൽ ഞാൻ വീഴത്തിലടാ, ഞാൻ ആരാന്നറിയാമോടാ, അങ്ങനെയല്ല പ്രതികരിച്ചത്. ചിലർ നമ്മുടെ തള്ളിയിടാൻ നോക്കുന്നു, വീഴിക്കാൻ നോക്കുന്നു, നശിപ്പിക്കാൻ നോക്കുന്നു എന്നൊക്കെ നമുക്ക് തോന്നുമ്പോൾ അതിനോട് പ്രതികരിക്കേണ്ടത് എങ്ങനെയെന്ന് മാതൃകയായിരിക്കുന്ന ഒരുപാട് മാതൃകാ പുരുഷന്മാർ നമ്മുടെ കർത്താവടക്കം തിരുവെഴുത്തിനകത്തുണ്ട്. അതറിയുന്നതും അത് ജീവിതത്തിൽ പകർത്തുന്നതും ഒത്തിരി നന്നായിരിക്കും. ഇവിടെ ഇതാ ഈ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ദുഷ്ടന്മാർ എന്നെ നശിപ്പിപ്പാൻ പതിയിരിക്കുന്നു. എവിടെയൊക്കെയോ ദുഷ്ടന്മാർ പതിയിരിക്കുകയാണ്. ക്രൂരന്മാരായ, ശത്രുക്കളായ, മോശക്കാരായ, ഇല്ലാതാക്കാൻ നോക്കുന്ന, കിംവദന്തികൾ പറഞ്ഞു വരുത്തുന്ന, ബ്ലെയിം ചെയ്യാൻ നോക്കുന്ന ആളുകൾ അവിടെ പതിയിരിക്കുന്നു. അവരുടെ നടുവിൽ വളർന്നു വന്നവരാണ് വേദപുസ്തകത്തിലെ പല ആളുകളും. അതറിയാമോ? ഒരു ശത്രുവില്ലാതെ, ഒരു എതിർപ്പും ഇല്ലാതെ തരിശായ നിലത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരു വൃക്ഷം പോലെ അങ്ങനെ വളർന്നു വന്ന ആരും തന്നെ ബൈബിളിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വലിയ കാട്ടുമരത്തിനിടയിൽ നാരകം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ ഒതുക്കാൻ, വളരാതിരിക്കാൻ, നശിപ്പിക്കാൻ, തലയ്ക്ക് മീതെ മൂടി നിൽക്കാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന കാട്ടുമരങ്ങൾ, പ്രയോജനരഹിതമായിരിക്കുന്ന വെറും അഫലമായിരിക്കുന്ന വൃക്ഷങ്ങൾ, അതിൻ്റെ നടുവിൽ ജനങ്ങൾക്ക് പ്രയോജനമുള്ള നാരങ്ങ കായ്ക്കുന്ന നാരകം പോലെ വളർന്നു വരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രശ്നക്കാരുടെ നടുവിൽ വളർന്നു വരിക എന്നതൊരു വലിയ കാര്യമാണ്. ഈ വാക്യത്തിനകത്ത് കണ്ടോ, ശത്രുക്കൾ അഥവാ ദുഷ്ടന്മാർ പതിയിരിക്കുന്നു. അങ്ങനെ പതിയിരിക്കുമ്പോൾ നമ്മൾ അതറിഞ്ഞിട്ട് അതിനോട് പല രീതിയിൽ പ്രതികരിക്കാം. ഒന്ന്, അങ്ങനെ പതിയിരിക്കുന്നത് കൊണ്ട് നമ്മളും പിന്നെ പേടിച്ച് ഓരോ കാൽ ചുവടുകൾ വയ്ക്കുമ്പോഴും സൂക്ഷിച്ച് ആ വഴിക്ക് പോകാതെ വഴി ചുറ്റി ഇതിലേ മാറി ഒളിച്ച് കളിച്ച് സാറ്റ് കളിച്ച് പേടിച്ച്, അല്ലെങ്കിൽ നമ്മൾ സായുധ സന്നാഹത്തോടെ ഒരു ടീമിനെ ഉണ്ടാക്കി ആയുധം മേടിച്ച് ബ്ലാക്ക് കാറ്റ്സിൻ്റെ നടുവിലൂടെ നടക്കുന്നത് പോലെ നമ്മുടെ സംരക്ഷണയ്ക്ക് വേണ്ടി ആരേക്കോ നമ്മൾ പണം കൊടുത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊടുത്തോ നമ്മുടെ ചുറ്റും നിർത്തി ഒരുത്തരും തൊടാതിരിക്കാൻ നമ്മൾ തന്നെ ഒരു പ്രൊട്ടക്ഷൻ സംഘത്തെ ഉണ്ടാക്കി, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പ്രതികരിക്കാം അല്ലേ? പക്ഷേ ഈ സങ്കീർത്തനക്കാരൻ പ്രതികരിച്ചത് നിങ്ങൾ കണ്ടോ? എങ്ങനെ പ്രതികരിച്ചത്? ദുഷ്ടന്മാർ എന്നെ നശിപ്പിക്കാൻ പതിയിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം പറയുക, ഞാനോ ഒട്ടും മോശക്കാരനല്ല, ഞാനും മേടിച്ചു ഒരു ചെറിയ കൊച്ചു പിച്ചാത്തി, ഇങ്ങോട്ട് വന്നാൽ ഞാനും തകർക്കും. ഞാനും മേടിച്ചൊരു ചെറിയ വടിവാള്, ഇനി വന്നാൽ ഞാൻ വെട്ടും. അങ്ങനെയാണോ? അല്ല. എന്നെ നശിപ്പിക്കാൻ വേണ്ടി ചിലർ കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട്. എന്നെ വളർത്തത്തില്ലെന്നും എന്നെ ജീവിതത്തിൽ സന്തോഷിപ്പിക്കത്തില്ലെന്നും മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ട് ചിലർ പതിയിരിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഞാനോ ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങളെ ചിന്തിച്ചുകൊള്ളൂന്ന്. എന്നോ മണ്ടത്തരകൾ പറയുന്നത് നമുക്ക് തോന്നുമല്ലേ? പതിയിരിക്കുന്ന സമയത്ത് സാക്ഷ്യം ചിന്തിക്കാനാണ് നേരം. ദൈവമക്കളെ, അതാ വേണ്ടതെന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? എനിക്കൊരു ദൈവമുണ്ട്, ആ ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ? 119 സങ്കീർത്തനത്തിനകത്ത് ഒരുപക്ഷെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പര്യായപദമായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ആ വാക്യത്തെ നമ്മൾക്ക് പരിചയമുള്ള രീതിയിലൊന്ന് വ്യാഖ്യാനിച്ച് പറയട്ടെ. സാക്ഷ്യമെന്ന് പറഞ്ഞാൽ എന്താ? ദൈവം ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നതാണ് സാക്ഷ്യമെന്ന് പറയുന്നത്. ഒരു ക്യാൻസറായിരിക്കുന്ന രോഗി ഭാരപ്പെട്ടിരിക്കുമ്പോൾ ക്യാൻസർ സൗഖ്യമായ ഒരാൾ ചെന്ന് അദ്ദേഹത്തോട് പറയുക, എൻ്റെ പൊന്നു സിസ്റ്ററെ, എൻ്റെ പൊന്നു മോളെ, എൻ്റെ ബ്രദറെ, അയ്യോ ലോകത്തുകാരെല്ലാവരും പറയുന്നത് ഇത് വന്നാൽ തീർന്നു, മുടി കൊഴിഞ്ഞു, കവളൊട്ടി, കീമോതെറാപ്പി, റേഡിയേഷൻ, ഇതൊക്കെയായിട്ട് അങ്ങ് തീരാനാ സാധ്യത, ഇത് വന്നവരാരും ഇത് ലോകക്കാർ പറയും. പക്ഷേ ദൈവത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ഒരാൾ വരുവാണെങ്കിൽ എന്താ പറയുന്നത് അറിയാമോ? എൻ്റെ പൊന്നു മോളെ, ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഞാൻ ഇപ്പോഴത്തെ വാക്കനുസരിച്ച് 4ാം സ്റ്റേജ് വരെ എത്തിയതാ, എൻ്റെ മുടിയൊക്കെ പോയതാ, പക്ഷേ എൻ്റെ ദൈവം വിടുവിക്കുന്നവനാ. ഞാൻ ദൈവത്തെ വിശ്വസിച്ചു, അവൻ ശവക്കുഴിയിൽ നിന്ന് പോലും പിടിച്ചുകൊണ്ട് വരുന്നവനാണെന്ന് ഞാൻ വചനത്തിൽ വായിച്ചു. ഞാൻ വാക്യങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു, ദൈവം എന്നെ വിടുവിച്ചു. ഇന്ന് 10 കൊല്ലമായി ആരോഗ്യത്തോടെ ബലത്തോടെ നിൽക്കുന്നു. ഇതാ സാക്ഷ്യം, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്തത്. ഞാനിങ്ങനെ പറയട്ടെ, ഈ സങ്കീർത്തനക്കാരനൊരു കാര്യം ചെയ്തു.
പതിയിരിപ്പുകാർ നശിപ്പിക്കാൻ വന്നപ്പോൾ ദൈവം അനേക പതിയിരിപ്പുകാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ച ചരിത്രം ഈ ബൈബിളിനകത്തുണ്ട്. അത് ധ്യാനിച്ചു, അത് ചിന്തിച്ചു. ദൈവം നോക്കിക്കോളും. ഇന്നാർക്കൊരു വിഷയം വന്നപ്പോൾ സ്വർഗം വിടുവിച്ചു. അവരെ ഇല്ലാതാക്കാൻ നോക്കിയപ്പോൾ സർവശക്തൻ വിടുവിച്ചു. മോശ ജനിച്ച കാലത്ത് മോശക്കുഞ്ഞിനെ നശിപ്പിക്കാൻ ഫറവോൻ നോക്കിയപ്പോൾ മോശയെ വിടുവിച്ച വിധത്തെക്കുറിച്ച് അതാ സാക്ഷ്യം. ഇയാൾ ചിന്തിച്ചു. യോസേപ്പിനെ സ്വന്തം വീടിനകത്ത് ജന്മം ചെയ്താൽ പൊക്കിവിടാതെ നിന്ന കാട്ടുമരങ്ങളുടെ നടുവിൽ യോസേപ്പിനെ എങ്ങനെയാണ് വളർത്തിയതെന്ന് ചിന്തിച്ചു. ലേയ എന്ന സ്ത്രീ വീടിനകത്ത് ആർക്കും ഇഷ്ടമില്ലാതെ അനിഷ്ടയായി കഴിഞ്ഞുകൂടിയപ്പോൾ അവളെ ദൈവമായ കർത്താവ് എങ്ങനെ മാനിച്ചതെന്ന് ചിന്തിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ തലയൂരാം, ആ പ്രശ്നത്തിൽ എങ്ങനെ എതിരാളി ഇല്ലാതാക്കാം, അവനെ തകർത്ത് കളയാം എന്ന് ചിന്തിക്കാതെ, അത് നമ്മുടെ പണിയല്ല. പിന്നെ എന്ത് ചെയ്യണം? ഇതിനു മുമ്പ് ഞാൻ അനുഭവിച്ചതുപോലത്തെ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോയപ്പോൾ എൻ്റെ ദൈവം കയ്യും കെട്ടി നോക്കിയിരിക്കുമായിരുന്നു, ലീവ് എടുത്ത് ടൂറിന് പോയിരിക്കുകയായിരുന്നു. അതെയോ എൻ്റെ ദൈവത്തിൻ്റെ പൈതലിനൊരു വിഷയം വന്നപ്പോൾ എൻ്റെ ദൈവം നടപടിയെടുക്കുകയായിരുന്നോ എന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണം. ആയിരം സാക്ഷികൾ നമുക്ക് ചുറ്റുമുണ്ട്. ഒരു ഭക്തന് വിഷയം വന്നാൽ, ഒരു ദൈവ പൈതലിനൊരു വിഷയം വന്നാൽ, അവനെതിരെ എന്ത് പ്രതിസന്ധി വന്നാലും ആ സമയത്ത് ദൈവം ചെയ്ത പ്രവർത്തികൾ, ഇന്നലകളിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ, അവർക്ക് വേണ്ടി ദൈവം ഇടപെട്ട രീതികൾ, അത് ചിന്തിക്കുന്ന എനിക്കും ഒരു ദൈവമുണ്ട്. ആ ദൈവം തന്നെയല്ല ഈ ദൈവം, എന്നെ വിടുവിച്ച, എൻ്റെ പിതാക്കന്മാരെ വിടുവിച്ച ദൈവം. ഫറവോൻ പുറകെ ഓടിയെത്തിയപ്പോൾ ശത്രുവിൻ്റെ നടുവിൽ നിന്ന് കരഞ്ഞ മോശയ്ക്ക് വേണ്ടി എന്താ ചെയ്തത്? ഇവിടെ വരെയൊക്കെ ഞാൻ ചെയ്തു, ഇനി തന്നെത്താൻ രക്ഷപ്പെട്ട് ഓടിക്കോ എന്ന് പറയുമല്ലായിരുന്നു. അവിടെ വിടുവിച്ച ദൈവമുണ്ട്. ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങളെ ചിന്തിക്കണം, ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങളെ വർണ്ണിക്കണം, ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം, ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങളെ മറ്റുള്ളവരോട് പറയണം. ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങൾ അത് കൈകാര്യം ചെയ്യണം. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കാം, ഇനി നിങ്ങൾക്ക് വിട്ടുതരാം. ഇപ്പോൾ അനുഭവിക്കുന്ന വിഷയങ്ങളോട് എങ്ങനെ പ്രതികരിക്കണം? അതേ ദൈവമക്കളെ, ആത്മീക ജീവിതത്തിൽ പ്രതികരണം ഒരു പ്രധാനമാണ്. ആ പ്രാധാന്യതയെ അവഗണിക്കരുത്. എന്നെങ്കിലും കാണിച്ചു വെച്ചിട്ട്, എന്തെങ്കിലും വെപ്രാണം കാണിച്ചിട്ട് ലോകക്കാരുടെ മുഴുവൻ പ്രാർത്ഥിക്കാൻ പറയുന്നതല്ല ആത്മീകം. ഉറച്ചു നിൽക്ക്. പ്രതികരണം പ്രധാനമാണ്. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസവും ദൈവം സംസാരിച്ചല്ലോ. ഒരുപാട് വിഷയങ്ങളെ ഓരോ ദിവസം അഭിമുഖീകരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുണ്ട്. അവരോടുള്ള വിഷയത്തിൽ പ്രതികരണം പ്രധാനമാണ് എന്ന് ദൈവം ഞങ്ങൾക്ക് ബോധ്യമാക്കി തന്നതിന് നന്ദി. ഈ സമയത്ത് ഞങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം കൂടെ ഇരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ പിതാവേ. ആമേൻ.